നമ്മളിപ്പോൾ കണ്ടത് ഒരു വീടിൻ്റെ ബെഡ്റൂം ഡിസൈൻസാണ്. ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഒരു അപ്ഡേഷൻ വന്നിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണിപ്പോൾ നമ്മൾ. അപ്പോൾ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. മിക്കവാറും ഒരു പുതിയ ട്രെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 വർഷം 4 വർഷമൊക്കെ ആയിരിക്കും ആ ട്രെൻഡ് നിന്ന് പോവുക. അതിനുശേഷം അടുത്തൊരു ട്രെൻഡിലേക്ക് പോകുന്നത് സ്ഥിരമായി നമ്മൾ കണ്ടെത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം നാൾ കൂടി നിൽക്കുന്നതാണ്, അത് അപ്ഡേഷൻ വരാനായിട്ടുള്ള സമയമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം നമ്മളതിൻ്റെ ഡിസൈൻ നമ്മളുടെ വീടിന് കൊടുക്കാനായിട്ട്. എങ്കിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ. അതിനെപ്പോഴും ഒരു കസ്റ്റമർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സ്റ്റേക്കിൽ ഒരു ഇൻറ്റീരിയർ കൺസൾട്ടിങ് ഏജൻസിനെ തന്നെ സമീപിച്ചിട്ട് കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളുടെ വീട് അപ്പോഴത്തെ ഏറ്റവും ക്രെഡിറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇനി ഒരു വീട് പണി സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.